പൊന്നാൻ്റെ ചങ്ങായിമാരെ. അപ്പോൾ സംഭവമൊക്കെ ഓക്കെ കണ്ടു. 11 മണിയൊക്കെ ഇതിങ്ങനെ ഇടും. അത് കഴിഞ്ഞിട്ട് വേറെ ലേശം കരിവേപ്പിലയും അത് കേൾക്കണമെങ്കിൽ ഇതില്ലാത്ത ഒരു പരിപാടിയില്ല. മട്ടൻ്റെ കറി ആയിട്ടോ അത് കേൾക്കണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ മട്ടൻ്റെ കറിയും നല്ല അടിപൊളി നെയ്ച്ചോറും റെഡി. കേൾക്കണം വല്ലാത്ത ജാതി. അപ്പോൾ ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. മൈസൂരുണ്ടേ. മട്ടനിലേക്കുള്ളതും നെയ്ച്ചോർക്കുള്ളതും ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേൾക്കണമെങ്കിൽ അടുത്തായില്ല, ആവണുള്ളൂ കേട്ടോ. ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. മല്ലിച്ചപ്പാൻ്റെ പുതിന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇഞ്ചി നീ എന്ത് ചെയ്യുമെന്ന് പറയും നിങ്ങൾ മിക്സിയിലിട്ടുണ്ട് അടിച്ചെടുക്കും. മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് പിന്നെ വേവിക്കും. അതിൻ്റെ മുൻപ് അതുപോലെ തന്നെ പിന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെയ്യും. എന്നിട്ട് അടിച്ചെടുക്കും. എന്നിട്ട് ഇതാക്കിയിട്ടാണ് ചെയ്യുക. അപ്പം നമ്മളെ നെയ്ച്ചോറ് അവിടെ റെഡി ആയിക്കും കേട്ടോ. എന്നാൽ കേൾക്കണമെങ്കിൽ വല്ലാത്ത ജാതി ഇതുപോലെ അടിച്ചെടുക്കും കേട്ടോ. സാറോ ഇന്നതാവും. അപ്പം എന്തായി, ഇഞ്ചി ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടോ കണ്ടോ. അതുപോലെ തന്നെ ഇനി അടുത്തത് നമ്മളെന്ത് ചെയ്യും, നമ്മളെ വെളുത്തുള്ളിനാണ് ഇതിക്കണ്ട് മറച്ചു. അതന്നെ വെളുത്തുള്ളി അതേപോലെ തന്നെ ഇതിക്കണ്ട് ഇടും. എന്നിട്ട് അതും കൂടി എന്താക്കും, നമ്മൾ റെഡിയാക്കും. പേസ്റ്റ് രൂപത്തിലാക്കും. ഓക്കെ. അപ്പോൾ ഏകദേശം എന്തായിന്ന് അറിയോ, പേസ്റ്റ് രൂപത്തിലായിട്ടോ. വെളുത്തുള്ളിയും വെളുത്തുള്ളിയും കണ്ടോ. ഓ അടിപൊളിയല്ലേ. രണ്ടും ആയി. എന്നിട്ടാണ് അടുത്ത പരിപാടി. ഇനിയാണ് പരിപാടി. മട്ടൻ കറി ഉണ്ടാക്കൽ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു 100 ഗ്രാമോളം പിന്നെ ഒരു 50 ഗ്രാമിൻ്റെ മുകളിൽ വെളുത്തുള്ളി 1 കിലോ മട്ടന് കേട്ടോ. ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് 100 ഗ്രാം ചിഞ്ചർ അഥവാ ഇഞ്ചി അതന്നെ. നമ്മൾ ചട്ടി ചൂടാക്കാണ്. എണ്ണ മാണിക്കല്ല ഉമ്മച്ചി തന്ന എണ്ണയാണ്. വെളിച്ചെണ്ണ പെരീന്ന് കൊണ്ടുപോയാണ്ട് ആട്ടിയതാണ്. ഓക്കെ. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ കഴിഞ്ഞു ഉമ്മച്ചി കഴിഞ്ഞു. വെളിച്ചെണ്ണ കിട്ടും. ഏകദേശം കുറവുണ്ട്, അത് നോക്കണ്ട. മൊത്തം കുറവാണിപ്പോൾ. കുഴപ്പമില്ലാത്ത നമ്മളതായതുകൊണ്ട് പറയല്ല. ആ വെളിച്ചെണ്ണയ്ക്ക് എന്താക്കും നമ്മൾ അറിയുന്നത്, 1 കിലോൻ്റെ അടുത്ത് ഏകദേശം ഒരു 4-5 ഉള്ളിയുണ്ട്. ഉള്ളിയാണ്ട് ഇടും. ഉള്ളി ഇട്ടിട്ട് ഒന്നുണ്ട് വാട്ടും. ബ്രൗൺ കളറുണ്ട് വരുത്തും. അടിപൊളിയായിട്ട് പോടാവിടുന്ന്. ഞാൻ അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഓണടിച്ചാൻ പാടില്ല, അറിയില്ല. കേൾക്കണം. അപ്പോൾ ആ ഉള്ളിയുണ്ട് ഇടും. ഉള്ളി ശരിക്കും ബ്രൗൺ രൂപത്തിലാണ് വാട്ടും കേട്ടോ. അതുപോലെ തന്നെ 100 ഗ്രാം ചെറിയുള്ളി ഉണ്ട് കേട്ടോ. ചെറിയുള്ളി കാരണം മട്ടൻ ആയതുകൊണ്ട് ചെറിയുള്ളി മസ്റ്റാണ്. അതിൽ വേറെ ലെവലാണ്. ചെറുതായിട്ട് നുന അരിഞ്ഞിട്ട് അയക്കാണ്ട് ഇടും. ഒരു ബ്രൗൺ കളറ് വരണം കേട്ടോ. ബ്രൗൺ കളറ് വരണം. ആയില്ല. വെളുത്തുള്ളി പിന്നെ ചെറിയുള്ളി അതിനകത്തിട്ടു. ഒന്ന് സാറാവട്ടെ. ലേശേ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സാറാവും, പെട്ടെന്ന് വാടും ഉള്ളി. ഒരു പുതിയൊരു അറിവാണ്. ഓക്കെ. ഒക്കെയാണ്. എവിടെ സാധനം കയ്യിലെവിടെ മാറാത്തി അല്ലാത്ത കയ്യിലാണ് തപ്പണേ. നല്ല രസമുണ്ടാവും. പൊന്നാൻ്റെ പെണ്ണുങ്ങളെ, പൊന്നാൻ്റെ ചങ്ങായിമാരെ, പൊന്നാൻ്റെ മാണിക്കല്ലുകളെ, ഞാൻ ഉണ്ടാക്കുന്ന രൂപ കേട്ടോ പറഞ്ഞു തന്നെ. മറ്റുള്ളവർ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി, ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണ്, അതുകൊണ്ടാണ് പറയണത്. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞാൽ ഓരോഞ്ഞ് ചേരുവകൾ കിടക്കണ കാണുള്ളൂ. എന്നാൽ കേൾക്കണ എനിക്ക്. ഉള്ളി വാടിയൊക്കെ ഉണ്ടോ. ഉള്ളി വാടിയാൽ എന്ത് ചെയ്യാൻ അറിയാം നിങ്ങൾ. കുറച്ചായിട്ട് ഒരു ചെറിയ 3 തക്കാളി, നാടൻ തക്കാളിയാണ്. നാടൻ തക്കാളി കിട്ടിയില്ലെങ്കിൽ ഞാൻ മൈസൂരിൽ നിന്നാണ് മേടിച്ച് നാടൻ തക്കാളി കിട്ടിയില്ല. അവിടെ നല്ല നാടൻ മുളകും. ഇത് രണ്ടും മൈസൂരിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ നല്ല തക്കാളിയും മുളകും അതികൊണ്ട് ഇടും. ഇതിൻ്റെ ഒരളക്കൽ ഒരു മറിച്ചിലും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നോട്ട് ദ പോയിന്റ്. അത് ശരിയാക്കിയതിന് ശേഷം ഇത് നമ്മുടെ പെരയിൽ നിന്ന് നമ്മളെ ഉമ്മ പൊടിച്ച് തന്ന മുളകാണ്. മുളക് മേടിച്ച് സെപ്പറേറ്റ് പൊടിച്ചതാട്ടോ. ഒരു 2 സ്പൂൺ വേണ്ട, 2 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ വിവരം തിരിക്കും. മല്ലി തന്നെ പറഞ്ഞേക്കണേ.
ഒരു 1.5 സ്പൂണ് 1.25 സ്പൂൺ 1.5 സ്പൂൺ ഓക്കെ 1.5 സ്പൂൺ. അപ്പോൾ 4 പച്ചമുളക് പ്രത്യേകം മറക്കണം കേട്ടോ, പിന്നെ മറക്കരുത് കേട്ടോ. 4 പച്ചമുളക് ഇട്ടിക്കണമെന്ന് ആലോചിക്കണം. പിന്നെ എൻ്റെ പെരീത്തെ കുരുമുളക് ഇട്ടുകാണ്ട് കുരുമുളക് പൊടിച്ച് വറുത്ത പിന്നെ പൊടിച്ചു കൊടുക്കുന്നതാണ്. അതൊരു 1 സ്പൂൺ ചെറിയ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതും എൻ്റെ പെരിയിലുണ്ടായ മഞ്ഞളാണ്. ആ മഞ്ഞൾ എന്ത് ചെയ്യും, ഒരു 2 സ്പൂൺ മഞ്ഞൾ ഉണ്ടായിക്കോട്ടെ, വിഷാംശങ്ങളൊക്കെ പോട്ടെ. ഒറിജിനൽ മഞ്ഞളാട്ടോ, മഞ്ഞളുടെ പൊടി അല്ലെങ്കിൽ പിന്നെ മഞ്ഞളുടെ പിന്നെ ചണ്ടി പൊടിച്ചൊന്നല്ല, എൻ്റെ അമ്മച്ചി പ്രത്യേകം എനിക്ക് തന്നാണ് പെരിയിൽ നിന്ന് ഓക്കെ. അതുകൊണ്ടിടും. അതുമാതിരി ലേശം ഉലുവ, ഇതൊക്കെ പിന്നെ ഇടുന്നോൽക്ക് ഇടാം, ഇതൊക്കെ ഒരു മരുന്നാണ് ശരിക്കും. ഉലുവ നല്ലതാണ്. ഉലുവ മട്ടനല്ലേ, മട്ടനൊക്കെ ഉണ്ടാകുമ്പോൾ ഉലുവ നല്ലതാണ്. അതുമാതിരി ലേശം, പേര് പറയണില്ല, ഏത് മസാലയും പറ്റും, മട്ടൻ്റെ മസാല കേട്ടോ, 2 സ്പൂൺ മസാല ഓക്കെ. നമ്മളെ മസാലിന് ധാരാളമാണ്, പിന്നെ അതിൻ്റെ അടി കൂടി വേറെ ഒന്നും വേണ്ട ശരിക്കും ഓക്കെ. അത് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി, അത് ഇട്ടാൽ തന്നെ ഏകദേശം എനിക്ക് മനസ്സിലാവും. കണ്ടങ്ങൾ കുഴമ്പ് ഒരു പേസ്റ്റ് രൂപത്തിലുണ്ടായിക്കണം. ഇപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മൾ നേരത്തെ പിന്നെ അരച്ച് വെച്ചിക്കണല്ലോ, അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്ത് കിടണം ഓക്കെ. അതാണ് അടുത്ത പരിപാടി. എന്നാൽ കേൾക്കണമെങ്കിൽ അതന്നെ നമ്മളെ ഇടാൻ കേട്ടോ. അപ്പോൾ അതിനകത്ത് ലേശം വെള്ളം ഒഴിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം ഓക്കെ. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യും, പേസ്റ്റ് രൂപത്തിലാക്കിയാണ്ട് അത് ഒഴിച്ചു കേട്ടോ. കഴുകിയാണ്ട് ലേശം കൂടി വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മളെ ആടിപ്പളും അവിടെ കിടക്കുക കേട്ടോ. ആടിപ്പളും അവിടെ കടന്നുറങ്ങാണ്, ആടിനെ നീപ്പിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ആടിപ്പളും അവിടെ കടന്നുറങ്ങാണ്. അപ്പോൾ എന്താ കാര്യങ്ങൾ ഒരു പേസ്റ്റ് രൂപത്തിലുണ്ടായിപ്പോൾ. ഇനി ഇത് കടന്നിട്ടൊന്ന് തിളക്കണം ഓക്കെ. ഇത് കടന്നിട്ടൊന്ന് തിളക്കണം. അതിൻ്റെ മണം തരങ്ങൾ സ്മെല്ല് അതിൻ്റെ അമ്മ വല്ലാത്ത മതി. മൂക്കൂടി ഇപ്പം തന്നെ ഇതന്നെ ഈ നെയ്ച്ചോർക്ക് കറി തന്നെ മതി ഇതുകൊണ്ട് അമ്മാരിയാണ്. നടക്കുക എന്നിട്ട് ശരിക്കിന് അടുത്ത പരിപാടി കേട്ടോ. നോക്കാം ഉപ്പ് എന്തൊക്കെയാണെന്നുള്ളത് ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഒന്ന് ഓഫാക്കട്ടെ. പൊന്നാൻ്റെ ചെങ്ങമേനെ എമ്മാരി ടേസ്റ്റ് കാര്യങ്ങൾ നമ്മളതായതുകൊണ്ട് പറയല്ല. കുരുപ്പിൻ്റെ ഒരു ചാതത്തിരേറിയങ്ങൾ ഇനി ആകപ്പാടത്ത് മൂടി വെച്ചിക്കണേ. ഇനി ആകപ്പാടം കലക്ക സമാവത്തിയാവും. ഒരു 2-4 കൂക്കണം. ഇങ്ങോട്ട് ഭസ്മാവണം. ഇത് മസാല കംപ്ലീറ്റ് ഇങ്ങോട്ട് പുടുത്തങ്ങ് ശരിക്കിനാവണം. എന്നിട്ടാണ് നമ്മൾ ആ ഇറച്ചി അതിനകത്ത് ഇടുള്ളൂ. മൂപ്പരവിടെ കിടക്കണ്ടേ, മട്ടനവിടെ കിടക്കാണ്. ഒന്നാൻ്റെ ചങ്ങന്മാരെ ഞാൻ അടുത്ത പരിപാടി എന്താ നിങ്ങൾ, കുറച്ച് ചെറിയ ജീരകം ലേശം ഇടും ഓക്കെ. ഒരു ശകരം ആ ചെറിയ ജീരകം ഇട്ടതിന് ശേഷം ലേശം ഗരം മസാല കേട്ടോ, ഒരു ശകരം ഇതാ കുറച്ചേ ഇടുള്ളൂ. കുറച്ചേ ലേശം ഗരം മസാല അതുകൊണ്ട് ഇട്ടേ കഴിഞ്ഞാൽ കേൾക്കണമെങ്കിൽ ഇപ്പം തന്നെ എന്താ പറയുക, കുരുപ്പിൻ്റെ ഒരു ചാത് എത്ര കാണുമ്പോൾ തന്നെ ഒരു ചാത്, തിന്നുമ്പോൾ എന്താ കരപ്പം അതിൻ്റെ ചാത് കേൾക്കണമെങ്കിൽ ഇത് കളക്കുക. ഇനി ഞമ്മപ്പോൾ ഞങ്ങൾ മസാല കംപ്ലീറ്റ് കുഴമ്പ് രൂപത്തിലായി. ഇനി ഒന്ന് തിളക്കും, ലേശം ഒന്ന് വെള്ളം കുറക്കൂട്ടോ. എവിടെയാണ് മാറാപ്പ്? എന്നെ കണ്ടെങ്കിൽ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ മറിയാണ്. ഒന്ന് തിളച്ചാലേ നമ്മളെന്ത് ചെയ്യുന്ന ഞങ്ങൾ ആ മട്ടൻ ആയിക്കടെ ചാമ്പും. എന്നാൽ കേൾക്കണമെങ്കിൽ മട്ടൻ കടി റെഡി കേൾക്കണോ? എന്നാലും ചങ്ങായിമാരെ മട്ടൻ ഇട്ടിട്ടോ. ഈ മട്ടനായിട്ട് അളക്കും. വല്ലാത്ത ജാതി നമ്മളതായതുകൊണ്ട് പറയാൻ ഞാൻ വീണ്ടും പറയാണ്. അതാണ് എന്നാലും ചങ്ങായിമാരെ കണ്ടോ. അപ്പം മട്ടൻ ഞാൻ പറഞ്ഞില്ലേ, മട്ടൻ്റെ കറിയും നല്ല അടിപൊളി നെയ്ച്ചോറും. ഇനിയൊന്നും ആലോചിച്ചില്ല. പോന്നോളി. അപ്പം അങ്ങനെ റെഡി. ലാക്കിൻ്റെ തന്തക്കാരാണ് കേൾക്കണമെങ്കിൽ. അതാണ്